തമിഴ്നാട് പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് വ്യാപാര സംഘടന. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിലെ കടകൾ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അടച്ചിട്ട് പ്രതിഷേധിക്കും. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് പന്തല്ലൂരിൽ നിന്ന് വിവരങ്ങളുമായി. സമീർ, അവിടെ ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ടോ? വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്, വാഹനങ്ങൾ തടയുമെന്നതൊക്കെയായിരുന്നു പ്രഖ്യാപനം. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഒപ്പം ഈ പുലിയെ പിടികൂടാനുള്ള നടപടികൾ എന്തെങ്കിലും അവിടെ ആരംഭിച്ചിട്ടുണ്ടോ? ഗോകുൽ, നിലവിൽ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനിടയിൽ പോലീസ് ഇവരെയൊക്കെ മാറ്റിയെങ്കിലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഈ ഗൂഡല്ലൂർ വയനാട് പാത നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ച് കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന കുട്ടിയുടെ മൃതദേഹമുള്ളത് ഗൂഡല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയിലുമാണ്. ഏതായാലും നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് കടക്കാം. ഇപ്പോൾ എന്തൊരു ആവശ്യം ഉന്നയിച്ചാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ആവശ്യം? പ്രധാനമായും നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ മൃഗങ്ങളുടെ ശല്യം നാൾക്ക് നാൾ ഇവിടെ കൂടി വരികയാണ്. ഈ മൃഗങ്ങളുടെ ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സംബന്ധമായിട്ട് ഇന്നലെ എൻ്റെ വാർഡിൽ നടന്ന സംഭവം ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ, ഒരു കുട്ടി ബാലവാടി കഴിഞ്ഞു, അതായത് സ്കൂൾ ബാലവാടി കഴിഞ്ഞ് പോകുന്ന സമയത്ത്, അമ്മൻ്റെ കൂടെ പോകുന്ന സമയത്ത് അതിനെ ഒരു പുലി എടുത്ത് കൊണ്ടുപോയി കൊന്ന് അതിനെ ഒരു കിലോമീറ്റർ സൈഡ് കൊണ്ടുപോയി ഇടുകയും ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും പോയി തിരഞ്ഞ് കഴിഞ്ഞ ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബോഡി. ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സ്ഥിതിക്ക് ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു മാർഗവുമില്ല. കാരണം കാലത്ത് എന്തൊരു ആവശ്യത്തിന് വേണമെങ്കിലും പുറത്തിറങ്ങിയാലും ഈ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ഈ മൃഗത്തിനെ ഷൂട്ടിംഗ് ഓർഡർ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. നിലവിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞു, എന്തായി? പോസ്റ്റ്മോർട്ടം നടപടികൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം ഇപ്പം ബോഡി ഇതിൽ മോർച്ചറിയിലാണ് ഉള്ളത്. ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുലിയെ വെടിവെച്ച് പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുള്ളൂ, ഞങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്ന് അവരുടെ പേരൻസും അവരെല്ലാം ഇവിടെ ഈ ഇതിലുണ്ട്. ഗോകുൽ, ഈ പോസ്റ്റ്മോർട്ടം അനുവദിക്കണമെങ്കിൽ ഈ പുലിയെ പിടികൂടണമെന്നുള്ളതാണ് ഈ പഞ്ചായത്ത് അംഗം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ നിലവിൽ ഈ സമരത്തിലുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ പുലി വീണ്ടും ഒരു സ്ത്രീ ആക്രമിച്ചു എന്നുള്ളൊരു വിവരവും പറയുന്നുണ്ട്. വീണ്ടും ഈ പുലിയുടെ ആക്രമണം ഉണ്ടായോ? ഇന്നലെ വൈകുന്നേരം 4:30 മണിക്കാണ് ഈ കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം 4 കിലോമീറ്റർ അകലെയുള്ള ചേരങ്കോട് പടച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ത്രീയെ ആക്രമിക്കുകയും അവരിന്ന് ഗൂഡല്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ആയിട്ടുണ്ട്. ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ഒരു മാസമായിട്ട് ഇപ്പോൾ ഒരു 6ാമത്തെ ആളുകളാണ്. അതിൽ ഒരു സ്ത്രീ മരണപ്പെടുകയും ഇന്നലെ ഈ കുട്ടിയും മരണപ്പെട്ടിട്ടുണ്ട്. ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനൊരു തീരുമാനം കിട്ടുന്നത് വരെ ഇവിടെ സമരം ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഇവിടെ തീർച്ചയായും വലിയ പ്രതിഷേധം ആ മേഖലയിൽ വീഴുന്നുണ്ട്. തമിഴ്നാട് കേരള അതിർത്തിയായ പന്തല്ലൂർ, ഗൂഡല്ലൂർ മേഖലകളിലാണ് പുലിയുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. 2 പേർ, ഇന്നലത്തെ കൊച്ചുകുട്ടിയും കൂടെ ചേർത്താൽ 2 പേരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കൊല്ലപ്പെട്ടത്. വലിയ പ്രതിഷേധം. പുലിയെ വെടിവെച്ച് പിടികൂടുവാനുള്ള തീരുമാനം, അത്തരത്തിലൊരു ഉത്തരവ് വരും വരെ പോസ്റ്റ്മോർട്ടം പോലും അനുവദിക്കില്ല, കൊച്ചുകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പോലും അനുവദിക്കില്ല എന്നതാണ് പ്രതിഷേധക്കാർ പറയുന്നത്. സമീർ ബിൻ കരീമാണ് പന്തല്ലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.